നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്റെ ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മളിന്ന് സംസാരിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയാണ് കേട്ടോ. നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരു സന്തോഷമില്ല, മുൻപോട്ട് എങ്ങനെ പോകണം എന്നെനിക്കറിയില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. കാരണം നമ്മളുടെ മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഏതൊരു സാഹചര്യത്തെയും മറികടക്കാനും മുന്നോട്ട് പോകാനുമായിട്ട് സാധിക്കുകയുള്ളൂ. ആദ്യം തന്നെ പറയാം, നിങ്ങളുടെ സാഹചര്യം എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളെ അലട്ടുകയാണ്, ഇതിനെപ്പറ്റി നിങ്ങൾ കൂടുതലായിട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു പ്രശ്നം വളരെ മോശകരമാവുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാനും സാധിക്കുകയാണ്. നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഇല്ലായ്മയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ, അല്ലെങ്കിൽ അതിനെപ്പറ്റി നിരന്തരം ചിന്തിക്കാതെ എന്നെക്കൊണ്ട് എന്ത് സാധിക്കും, എന്നെക്കൊണ്ട് ഞാൻ അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് വേണം ചിന്തിക്കാൻ. അപ്പോൾ പലർക്കും പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കുകയും വിഷമിക്കുകയും ആ ഒരു രീതിയിൽ ഇങ്ങനെ സ്റ്റക്കായി നിന്ന് പോവാണ്. എനിക്ക് എന്താണ് മുമ്പോട്ട് ചിന്തിക്കണം എന്നുള്ള, അല്ല എന്താണ് ചെയ്യണം, ചെയ്താലാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുക എന്നുള്ളൊരു കാര്യം ആരും ചിന്തിക്കുന്നേ ഇല്ല. ഇങ്ങനെയാണ് പല ആത്മഹത്യകളും അല്ലെങ്കിൽ ഡിപ്രഷനിലേക്കും ഒക്കെ പോകുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അപ്പം നമ്മൾ ഇന്ന് ആദ്യമായിട്ട് സംസാരിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയാണ് കേട്ടോ. നിങ്ങൾ നിരന്തരം എന്ത് ചിന്തിക്കുന്നുവോ അത് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വർക്ക് ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു കാര്യം മാത്രമേ നിങ്ങളിലേക്ക് വന്നു ചേരുകയുള്ളൂ. നിങ്ങൾ എപ്പോഴും നെഗറ്റീവായിട്ട് വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെയാണ് എപ്പോഴും ചിന്തിക്കുന്നതും മറ്റുള്ളവരോട് പറയുന്നതും ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ദുരിതങ്ങൾ വരാനും കൂടുതൽ പ്രയാസങ്ങൾ വരാനും ഒക്കെ അത് കാരണമാകും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിൽ നിന്നും കരകയറാൻ നിങ്ങൾ തന്നെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ടിരുന്നു കൊണ്ട് എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ഈ ഒരു പ്രശ്നത്തെ ഞാൻ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത്, എന്താണ് എനിക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിക്കുക. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അതിനുവേണ്ടി എടുത്തു വെക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് 24 മണിക്കൂറും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിൽ നിന്ന് നിങ്ങൾ കരകയറണമെങ്കിൽ വളരെ പോസിറ്റീവായിട്ട്, വളരെ ഹാപ്പി ആയിട്ട്, പോസിറ്റീവായിട്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുകയുള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? ചിലരെ കാണാം എപ്പോഴും അവരുടെ മുഖത്ത് നിരാശയായിരിക്കും, സങ്കടമായിരിക്കും. നമ്മൾ എന്തുണ്ട് വിശേഷമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും പരാതികളും സങ്കടങ്ങളും ഒക്കെ ആയിരിക്കും പറയാനുള്ളത്. അവരെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അവരുടെ ജീവിതം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇങ്ങനെ പരാതിയും പരിഭവങ്ങളും അല്ലെങ്കിൽ എപ്പോഴും ദുഃഖവും ദുരിതവും ഒക്കെ പറയുന്നവരുടെ ജീവിതത്തിൽ കൂടുതൽ കഷ്ടതകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ നമുക്കൊന്ന് ഒരു 5-6 മാസം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം പയ്യെ പിന്നെയും താഴോട്ട് പതിക്കുന്നതായിട്ട് കാണാം. അപ്പം നമ്മൾ വിചാരിക്കും, അയ്യോ വളരെ കഷ്ടം, അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞേ ഉള്ളൂ ഇതുപോലെ, അവരെപ്പോഴും കാണുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ പറയും, അവർ പിന്നെയും തകരുവാണല്ലോ ചെയ്യുന്നത്. അപ്പം അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേസമയം നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും ഇവരെപ്പോഴും ഹാപ്പിയാണല്ലോ, അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ, നല്ല കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, എപ്പം നോക്കിയാലും സന്തോഷമാണ് അവർക്ക്, അവരുടെ മുഖത്ത് എപ്പോഴും ചിരിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ കൂടുതൽ സൗഭാഗ്യങ്ങൾ അവർ പോലും അറിയാതെ അവരുടെ മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ട് അവർ നേടിയെടുക്കുന്നുണ്ട്. ഇതിനൊക്കെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിന്റെ ശക്തിയാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറമാണ് നമ്മളുടെ മൈൻഡിന്റെ ശക്തി എന്ന് പറയുന്നത്, ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത്. ഇത് ഉപയോഗപ്പെടുത്താത്തതാണ് നമ്മൾ പലരും ചെയ്യുന്ന ഒരു കാര്യം. നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല വേണ്ട വിധത്തിൽ. നമ്മളുടെ ശക്തി നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല, നമ്മളിൽ വിശ്വാസമില്ല. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകൾ. നമ്മളുടെ ജീവിത ഉയർച്ചയ്ക്ക് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ നമ്മൾക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാകണം. എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ചെയ്യുക. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുക. നമ്മൾ ആഗ്രഹങ്ങൾ വെക്കുക. ആഗ്രഹമില്ലാത്ത ചിലർ ജീവിക്കുന്ന കണ്ടിട്ടില്ലേ? അവരെന്തിനാ രാവിലെ എഴുന്നേക്കുന്നതെന്നോ, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്നോ യാതൊരു വിധത്തിലുള്ള ബോധവുമില്ല. എങ്ങനെയൊക്കെയോ അങ്ങ് പോകുന്നു. ഇപ്പം ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊക്കെ വണ്ടി പോകുന്ന പോലെ എങ്ങനെയൊക്കെയോ അങ്ങ് തട്ടിയും മുട്ടിയൊക്കെ പോകുന്നു. ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ എന്തോ ദൈവത്തിന്റെ ഭാഗ്യം, അല്ല ദൈവത്തിന്റെ കൃപ, അങ്ങനെ വിശ്വസിക്കുന്നു. അല്ലാതെ അവർക്ക് വേണ്ടി സ്വന്തമായിട്ട് ഒന്നും അവരെ ചിന്തിക്കുന്നില്ല. ഇന്ന കാര്യങ്ങൾ എനിക്ക് വേണമെന്ന് ചിന്തിക്കുന്നില്ല, അതിനെപ്പറ്റി പറയുന്നില്ല. എങ്ങനെയൊക്കെയോ അങ്ങ് ജീവിക്കുക.
അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അതിൽ നിന്നും കരകയറാൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. പിന്നെ എപ്പോഴും വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് വളരെ ഹാപ്പി ആയിട്ടിരുന്നെങ്കിൽ മാത്രമേ സൗഭാഗ്യങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ, അതായത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ, നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ, കുറേ ആഗ്രഹങ്ങൾ നമ്മൾ ജീവിതത്തിൽ വെച്ചിട്ടുണ്ടാവും അല്ലേ. നമുക്കത് വാങ്ങണം, ഇത് വാങ്ങണം, ഇത് നേടണം, ഇന്ന പോലെയൊക്കെ ആകണം, അല്ലെങ്കിൽ നമ്മളുടെ മക്കളെ പറ്റി നമുക്ക് ആഗ്രഹങ്ങളുണ്ടാവും. അങ്ങനെ ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾക്കും നേടണം, അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും എൻ്റെ ഈ ചാനലൊന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ ലോ ഓഫ് അട്രാക്ഷനിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, നമ്മളുടെ മൈൻഡ് പവറിൽ വിശ്വസിക്കുക, നമ്മളിൽ തന്നെ വിശ്വസിക്കുക. എങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉറപ്പായിട്ടും വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളുമാണ് എനിക്ക് വീഡിയോസ് മുൻപോട്ടിടാനുള്ള പ്രചോദനം. അപ്പം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ ഒരു കമൻറ്റ് വന്നു, അല്ലെങ്കിൽ 6-7 ലൈക്ക് വന്നപ്പോൾ ഒരുപാട് സന്തോഷം എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ സന്തോഷിച്ചെങ്കിൽ മാത്രമേ വലിയ വലിയ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. വീഡിയോ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല, അപ്പോൾ നമുക്ക് മുമ്പോട്ട് വീഡിയോസ് ഇടേണ്ടതാണ്. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. ഇനി നമ്മളുടെ ലോ ഓഫ് അട്രാക്ഷനിൽ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനിലും നമ്മുടെ ആഗ്രഹങ്ങൾ നേടാനൊക്കെ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്, ഒരുപാട് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. അപ്പം ഓരോരോ വീഡിയോസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും വീഡിയോസ് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കുക. വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കുക. ഞാൻ ഇന്നത്തെ ദിവസം എനിക്കൊരു വീഡിയോ ഇടാൻ പറ്റിയതുകൊണ്ട് വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും അങ്ങനെ ചെറിയ ചെറിയ നിങ്ങളുടെ സന്തോഷങ്ങൾ ഏതാണോ അത് കണ്ടെത്തിക്കൊണ്ട് അതിൽ എന്താ പറയുക, ആ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് സാധിക്കുക. ഇനി വീഡിയോ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല ഞാൻ. നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.